ഞങ്ങളെ ഇത്രയും പഠിപ്പിച്ച, ഇത്രയും ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്ന ഞങ്ങളെ ഉസ്താദനല്ലേ ഞങ്ങളെ ഷെയ്ഖ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സാധാരണ വരാറുണ്ട്. ഈ ഉസ്താദുമാരുണ്ട് ഒരുപാട് കാലം ദർശനം നടത്തുന്നത്, അവരെ ശിഷ്യന്മാര് പോയി ചോദിക്കും അവരോട്, ഇങ്ങനെ ഷെയ്ഖ് വേണം എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം അവർ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ കിതാബുകളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അധികം നമ്മുടെ നാട്ടിലെ ഫിഖ് പഠിപ്പിക്കും, പിന്നെ അക്കീദകൾ പഠിപ്പിക്കും, ഉസൂല് പഠിപ്പിക്കും, തസൂഫിന്റെ ബർക്കത്തിന് വേണ്ടി ഒന്നുകൊണ്ട് കിതാബ് അവിടെയും ഇവിടെയൊക്കെ ഓതും, ഇഹിന്റെ വശബാബ് ഓതും, ചിലവര് റിസാല ഓതിയും, റിസാല ഓതിയാൽ ഭയങ്കര സംഭവമായി. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. തസൂഫ് എന്ന ഷെയ്ഖാണെന്നും ഷെയ്ഖിനെ പിടിക്കണമെന്നും പല ദിവസം പഠിപ്പിക്കൂല. അപ്പൊ സ്വാഭാവികമായ ഒരു ഉസ്താദിന്റെ പോയി ചോദിക്കും, എങ്ങനെ സംഭവം കേട്ടു. അപ്പൊ ഉസ്താദ് മറുപടി പറയും, നിങ്ങൾ പഠിപ്പിച്ച ഉസ്താദ് ഞാൻ തന്നെ നിങ്ങൾ ഷെയ്ഖ്. ഇതൊരു പ്രവണത തുടർന്ന് പോരുന്ന ഒരു അവസ്ഥ നമ്മളിലുണ്ട്. സത്യത്തില് ഈ പഠിപ്പിച്ച ഉസ്താദുമാരാണോ ഷെയ്ഖ്? ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിക്കൂടാന്ന് പറയാൻ പറ്റൂല. കാരണം അദ്ദേഹത്തിന് ഒരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ, അദ്ദേഹം ഒരു ഷെയ്ഖിന്റെ ത്വരീഖത്ത് മേടിച്ച് അതിന്റെ ഖിലാഫത്തും പഠിച്ച ഒരാൾ ആണ് എങ്കിൽ അദ്ദേഹം ഷെയ്ഖ് തന്നെയാണ്. അങ്ങനത്തെ ഷെയ്ഖിന്റെ കീഴില് ലാഹിറും ബാത്തിനും പഠിച്ചാൻ ചാൻസ് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം എന്താ, എല്ലാം പ്രകാശമായ പ്രകാശാവസ്ഥ ഉണ്ടവന്. അതല്ല അങ്ങനെ സിൽസിലാണ് ബയ്യത്ത് ചെയ്യാത്ത ഒരാള് ഞാൻ തന്നെയാണ് ഷെയ്ഖ് എന്ന് പറയാൻ അത് ഭയങ്കര അപകടമാണ്. അങ്ങനെ ഷെയ്ഖിനെ സമ്മതമില്ലാതെ, ഒരു മഹാന്റെ ഇജാസത്തില്ലാതെ നമുക്ക് ദിക്റുകൾ എല്ലാം കൊടുത്ത് അങ്ങനെ കൊണ്ടിടുന്നാൽ വിചാരിച്ചതിനേക്കാൾ ഏറെ ഓപ്പോസിറ്റ് ഫലം ചെയ്യുക. ഈ ദിക്റുകൾക്കൊക്കെ മോക്കലിങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, ജിന്നിനെ കാഫർ ജിന്നുണ്ട്, സ്വാലിഹ്യങ്ങളായ ജിന്നുകളുണ്ട്, മലക്കളുണ്ട്, ഫലക്കുണ്ട്, ഒരുപാടുണ്ട്. ഇങ്ങനെ മുറബിയായ ഷെയ്ഖിന്റെ കീഴല്ല ഒരാൾ ഇങ്ങനത്തെ അമലൊക്കെ ചെയ്യുന്നെങ്കിൽ ഇവരെയാണ് വേഗം കിട്ടുക. ഞാൻ അള്ളയെന്ന് പറഞ്ഞിട്ട് വേഗം വരും, ജിന്നുകളും കാഫർ ജിന്നുകളും ഒക്കെ വരും. അധികം ആൾക്കാർ അവിടെ പെടും. നല്ല തൂവുള്ള വസ്ത്രമൊക്കെ ധരിച്ച് താലൊക്കെ വെച്ച് ജസ്ലിമാലൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല കറാമത്തൊക്കെ കാണിച്ചു തന്നാല് നമ്മള് അപ്പൊ എനിക്ക് അള്ളാനെ കിട്ടിയെന്ന് തോന്നും, നമ്മൾ കാഫറായി പോകും. ഒരു മുറബിയായ ഷെയ്ഖിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സമയത്ത് ഷെയ്ഖ് അത് തടയിടും. അതുകൊണ്ടാണ് നല്ല കാമിലായ ഷെയ്ഖന്മാരെ കൂടെ കൂടുമ്പോൾ അത്ഭുതമൊക്കെ കുറയാൻ കാരണം. അവരും പിന്നെ മോക്കലിങ്ങായിട്ട് ബന്ധപ്പെട്ടില്ല, അവർക്ക് താല്പര്യമില്ല.